ഗുഡ് നൈറ്റ് റിപ്പോർട്ടറിലേക്ക് വീണ്ടും. കോന്നി മെഡിക്കൽ കോളേജിലെ വിവാദ നോട്ടീസ് പതിച്ച സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന് ശസ്ത്രക്രിയാ വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ്. മെമ്മോയ്ക്ക് നൽകിയ മറുപടിയിലാണ് ഡോക്ടർ ശിവപ്രസാദ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ശസ്ത്രക്രിയയുടെ ഭാഗമായി ബന്ധപ്പെട്ട വിവാദ സമ്മതപത്രം പതിപ്പിച്ചത് താനല്ലെന്നും സംഭവത്തിൽ നിരപരാധിയാണെന്നും ഡോക്ടർ വിശദീകരിച്ചു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, ഈ ഡോക്ടറുടെ വിശദീകരണം വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ അധികൃതർ? ആര്യ, അശ്വതി, കഴിഞ്ഞ ദിവസമാണ് കോന്നി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ വിവാദമായിട്ടുള്ള ഒരു നോട്ടീസ് കണ്ടത്. അത് സെക്യൂരിറ്റി ജീവനക്കാർ തന്നെ അവിടെ നിന്ന് ഇളക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഈ ഒരു വിഷയത്തിൽ ശസ്ത്രക്രിയാ വിഭാഗം മേധാവിയോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരണം തേടിയിരുന്നു, മെമ്മോ നൽകിയിരുന്നു. ആ മെമ്മോ അത് കൈപ്പറ്റുകയും ഇപ്പോൾ അതിനൊരു വിശദീകരണം നൽകുകയുമാണ് ഇപ്പോൾ ശസ്ത്രക്രിയാ വിഭാഗം മേധാവി ചെയ്തിരിക്കുന്നത്. ഡോക്ടർ ശിവപ്രസാദ് ഏതായാലും മറുപടി നൽകിയിരിക്കുന്നു. ആ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ താൻ തികച്ചും നിരപരാധിയാണ്. ഈ ഡോക്ടറുടെ ഈ ഒരു മറുപടി ഇപ്പോൾ തുടർ നടപടിക്കായി DMAക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ഒരു സമ്മതപത്രം എന്ന നിലയിൽ നോട്ടീസ് പതിച്ചത് താനല്ല എന്നാണ് ഡോക്ടർ ശിവപ്രസാദ് ഈ മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഡോക്ടർ ശിവപ്രസാദിന്റെ പേര് പറഞ്ഞ് തന്നെ പരാമർശിച്ചിരുന്നു. ആശുപത്രി സൂപ്രണ്ടും ആശുപത്രിയിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു നോട്ടീസ് പതിപ്പിച്ചത് അത് ശസ്ത്രക്രിയാ വിഭാഗം മേധാവിയുടെ അറിവോടെ ആയിരിക്കുമെന്ന സംശയം കൂടി പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ശിവപ്രസാദിനോട് വിശദീകരണം തേടിയിരുന്നത്. ആ മെമ്മോയ്ക്ക് ഏതായാലും മറുപടി നൽകിയിട്ടുണ്ട്. ആ ഡോക്ടറുടെ മറുപടി ഇപ്പോൾ തുടർ നടപടിക്കായി DMAക്കും കൈമാറിയിട്ടുണ്ട്.